ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഓരോരോ തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എന്താ പറയാ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കണില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ തിരക്ക് കാരണം. പിന്നെ അത് പോട്ടെ. എന്തായാലും ഇപ്പൊ ഇന്ന് രാവിലെ ഒരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷെരീഫെ ഇജ്ജ് അറിഞ്ഞൊരു സംഭവം എന്ന് വെച്ചു. എന്ത് വെച്ചു? എടാ നമ്മളെ ഗോവിന്ദചാമി ജയിലിൽ ആടിയിരിക്കണു പറഞ്ഞു. അപ്പൊ നമ്മളെ ഗോവിന്ദചാമി ചോദിച്ചു തന്നെ. അല്ല മറ്റേ ആ ചെങ്ങായില്ലേ ഒറ്റ കയ്യം ഓൻ ചാടിക്കണെന്ന്. ഞാൻ ഓൻ ചാടിയേ സത്യാണ് അറിയാൻ വേണ്ടി FB നോക്കി. സംഭവം സത്യ. ഒരു കണ്ടന്റ് ആയല്ലോ. എളുപ്പം ബാത്റൂമിൽ ഓടി എല്ലാം ഇന്ന് വെള്ളിയാഴ്ച ജുമായൊക്കെയുള്ളതല്ലേ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചുമ്പോ അങ്ങനെ ആലോചിക്കണ്ട് എന്ത് പറയണം അത് പറയണം ഇത് പറയണം അങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എസ് കഴിഞ്ഞിക്കണു. അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വന്ന് ഇത് പറയണം എന്നൊക്കെ വിചാരിച്ച് ഷർട്ടൊക്കെ ഇങ്ങനെ മാറ്റിയ ഷർട്ട് മാറ്റിന്റെ ഇടയിലുണ്ട് ഇത് അടുത്ത ന്യൂസ് ഇതാ കെട്ടിയിരിക്കണു. അങ്ങനെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. ഓനെ രാത്രി 1:15 ചാടിയിരിക്കും. എന്നിട്ട് അക്കണ്ട ഞാൻ നീച്ചോളം ഓൻ പൊടി കൊടുത്തില്ല. എന്റെ കുളി നനയക്കണ് കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്ന് ചെയ്യാൻ നിന്നപ്പോഴത്തേനും ഓൻ പൊടിയാണ് കൊടുത്തു. ഓനൊക്കെ എന്ത് നാറിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ലൊരു കണ്ടന്റാണ് അവിടെ മിസ്സായത്. എന്നിട്ട് ഈ നാറി എന്താ ചെയ്തിരിക്കണ അറിയോ? 1:15 ചാടിയിട്ട് രാവിലെ 10 മണി ആയപ്പോഴത്തേനും ഓൻ ആ കിണർ വരെ എത്തിയിട്ടുള്ളൂ. ആലോചിച്ച് നോക്കണം. സാധാരണ ഈ വവ്വാലുകളാണ് രാത്രി കറങ്ങിയിട്ട് രാവിലെ കിണറ്റിൽ പോയി ഇരിക്കല്. എന്റെ കൂടെ കിണറ്റിൽ ഇങ്ങനെ തൂങ്ങിക്കും. അതേമാതിരി അതിൻ്റെ ഉള്ളിൽ തൂങ്ങിക്കും. എന്താ പോന്റെ ഒരു കഥ. ഞാൻ ആലോചിക്കണ അതല്ലേ, ഈ കണ്ണൂർ ജയിലിൽ നിന്നല്ലേ ഇപ്പം ചാടിക്കണേ. അവിടെ ലുലുമാളിന്റെ ഡോറ ആളെ കാണുമ്പോഴത്തേനും ഇങ്ങനെ തുറക്കാം. എന്താ സംഭവം? ഈ 1.5 കയ്യിലുള്ള ഇവനാണ് കണ്ണൂർ ജയിലിൽ ചാടിയിരിക്കണത്. അപ്പോ ഇവിടുന്ന് നാടിനും രാജ്യത്തിനും വേണ്ടി എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്ത 2 കാലും കജ്ജില്ലൊക്കെ അല്ലേ അതിന്റെ ഉള്ളില് കുറേ മഹാമാരി കിടക്കണം. അപ്പൊ ഓലൊക്കെ ചിലപ്പോ നല്ല മനസ്സുകൊണ്ടാ ചാടണ്ട വിചാരിച്ചിട്ട് ഈ ചങ്ങായിക്ക് ചാടാൻ പറ്റിച്ച പിന്നെ ഓലിക്ക ചാടാൻ 2 കൈ 2 കാലില്ലാത്തവനിക്ക് എത്ര എളുപ്പം ചാടുക എന്ന് കൂടിയും പറയാൻ പറ്റൂല. നടക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. നടന്നിട്ടേ വരുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഓൻ ആ 1.5 കയ്യും വെച്ച് ആ കിണറ്റിക്ക് ഇറങ്ങി. കുറെ ആളുകൾക്കൊരു പരാതി ഉണ്ടായിരുന്നു, ഗോവിന്ദച്ചാമിനെ തൂക്കിയില്ലാന്ന്. സംഭവം തൂക്കി തന്നെ എടുത്തിക്കണെന്ന് കണ്ടീന്നില്ലേ. തൂക്കി ഇങ്ങനെ എടുത്തിന്ന് കിണറ്റിന്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, പല ആളുകൾക്കും ഉണ്ടായിരുന്നു ജയിലില് സുഖമായിട്ട് കഴിയുകയാണ് എന്ന്. നല്ല സുഖല്ലേ, അതുകൊണ്ടല്ല പോൻ ചാടിയത്. ജയിലിന്റെ ഒക്കെ സുഖം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നാട്ടിലേക്ക് മുഴുവൻ സുഖം, പക്ഷെ ഓന്റെ അവസ്ഥ ഓനിക്കല്ലേ അറിയുള്ളൂ. അതാണ് ഓൻ ചാടിക്കണത്. സുഖമുള്ള ഒരിക്കലും ഇങ്ങോട്ട് ചാടൂലല്ലോ. പക്ഷെ ഓൻ എന്തായാലും കയ്യോടെ പൊക്കിക്കണു. ഓനെങ്ങാനും കേരളം വിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓന്റെ കഥ കഴിഞ്ഞു. മാത്രല്ല ഇവൻ ശരിക്കും പൊട്ടനാട്ടോ, ഞാൻ അഭിപ്രായക്കാരനാണ്. കാരണം എന്താ വെച്ചിട്ടാ, ഓൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചപ്പാത്തി നിന്നിട്ട് അത്ര തടി അമ്മയാക്കണത്. നിങ്ങൾ ആരെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക് സ്ഥിര സ്വഭാവം ഉണ്ട്, എന്ത് തടി അമ്മയാക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മോനോട് ചോദിച്ചാൽ മതി ആ തടി അമ്മയാക്കണത് എങ്ങനെയാന്നുള്ളത്. ഓൻ സെല്ലിന്റെ ഉള്ളിൽ കൂടെ ഓനോട് പോന്നിക്കണൂന്ന്. ആ കമ്പിയുടെ അടിയിൽ കൂടെ പോരാൻ മോൻ തടി അമ്മയാക്കിന്ന്. അപ്പൊ അത് എന്തൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? നിങ്ങൾ വെറുതെ കുറേ അണ്ടിപ്പരിപ്പം, മുന്തിരി, ഏലക്കായ, പട്ടിണി, പരിപ്പം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ചെങ്ങായി എങ്ങനെയാ വെച്ചെങ്കിൽ അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കി. കുറേ തടിച്ച പെണ്ണുങ്ങളുണ്ട് ഈ തടി കമ്മിയാക്കാൻ പട്ടിണി കടന്നിട്ട് അവസാനം ആസ്പത്രിക്ക് എടുത്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ തടി എന്തെങ്കിലും കമ്മിയാക്കണമെന്നുണ്ടെങ്കിൽ മോനോട് ചോദിച്ചോളൂ. പിന്നെ തടി ഉണ്ട് വെച്ചിട്ട് അതൊരു മോശമൊന്നും അല്ല കേട്ടോ. തടി ഇല്ലോലെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, തടി ഇല്ലാത്തവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾ നാട്ടുകാരെ കാണിക്കണം, നമുക്ക് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ ജീവിക്കുക. അത് വിട, ഞാൻ ഇനിയിപ്പോ തടിമ കൂടണില്ല. നമുക്ക് ഗോവിന്ദചാമ്യമ്മ തന്നെ കൂടാം. ഏതായാലും പോയൊരു കണ്ടന്റാ. എന്തായാലും മൂപ്പരാള് ചാടും ചെയ്തു. പിന്നെ എന്താ പറയാ, ആകെ അലച്ചിലൊക്കെ ആയിട്ടേ ആളെന്തായാലും പൊക്കി പോലീസ് പൊക്കിന്നല്ല. പക്ഷെ വേറെ കാര്യട്ടോ, കേരളവും വിട്ടിരുന്നെങ്കിൽ പിന്നെ ഓനെ നോക്കണ്ട. പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടാ, ഇവനെ എളുപ്പം ഐഡന്റിറ്റി ചെയ്യാൻ കഴിയും എല്ലാവർക്കും. എങ്ങനെ? ഓന 1.5 കയ്യല്ലേ, ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇവനെ. അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായത്. ജനങ്ങൾക്കും അറിയാം, പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്തായാലും അടപടലം മൂഞ്ചി. ഇത്രയും നാളെ പട്ടിണി കടന്നു എന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കിണർ വരെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് പോട്ടെ. എന്തെങ്കിലും വർത്താനം? സുഖല്ലേ? ഞാൻ വരണ്ടേ, വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒന്ന് ഫ്രീ ആയി കിട്ടിയിട്ട് വേണം. മറ്റേ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയണ്ട്. അതിന് പലാക്ക് വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും പിന്നെ ഞാൻ ഇപ്പൊ ഒരു വഴിക്ക് പോകാണ്ട് ഞാനാണ് പോയിക്കൊണ്ട് ഇരിക്കുക. അതിന്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും രാവിലെ തന്നെ 3G ആയ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാ. നല്ലൊരു കണ്ടന്റാണ് പോയി എന്നുള്ളത്. ഈ ചങ്ങായി ഇത്ര എളുപ്പം പൊടിയെടുക്കുമെന്ന് വിചാരിച്ചോ? ചോറ് കഴിച്ചിട്ട് കടന്നതാ, ചായ കുടിച്ചവൻ അവിടെ തന്നെ എത്തി. എന്നാ പിന്നെ ഞാൻ പോവുക. ശരി എന്നാ.